അപ്പൊ ഇന്ന് നമ്മളെ വീട്ടിൽ എന്താണ് സൽക്കാരത്തിന് വന്നതായിരുന്നു. നമ്മള് സൽക്കാരം കഴിഞ്ഞു അൽഹംദുലില്ലാ. അപ്പൊ അതിന്റെ വ്ളോഗാണ് ഇന്ന്. ഒന്നും പറയട്ടെ, അൻഷി ആദ്യമായിട്ടാണ് കേട്ടോ ഗ്രൂമായതിനു ശേഷം വീട്ടിലേക്ക് വരുന്നത്. നല്ല പൊലിവുണ്ട് ആക്ച്വലി ഇല്ലേ. അപ്പം ഇന്നത്തെ വ്ളോഗ് അതാണ്. സോ നിങ്ങൾ കണ്ടു. ഓക്കെ. അപ്പൊ ഗൈസ് ഇന്ന് എന്റെ വീട്ടിലത്തെ സൽക്കാരേനു കേട്ടോ. എല്ലാവരും ഉണ്ടായിരുന്നു അൻഷിന്റെ വീട്ടിൽ നിന്ന്. അടിപൊളിയേനു. സത്യം പറഞ്ഞാല് ഇങ്ങനത്തെ ഒരു സൽക്കാരം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പെട്ടെന്ന് ആയതായിരുന്നു. എനിക്കൊരു ലാവൻഡർ ഡാർക്ക് വയലറ്റ് ചുരിദാർ അതിന് നല്ല രസമുണ്ടായിരുന്നു. കോംപ്ലിമെന്റ് കുറേ കിട്ടിയിട്ടോ, നല്ല രസമുള്ള ചുരിദാറാണെന്നൊക്കെ. അപ്പം ഓൽക്കൊക്കെ ഞാൻ ഫുഡൊക്കെ ഇങ്ങനെ കൊടുക്കാൻ കേട്ടോ. എൻ്റെ അപ്പുറത്ത് ഇരിക്കുന്ന റെഡ് ചുരിദാർ ഇട്ടിട്ടുള്ളത് മുത്തുവാണ് കേട്ടോ, അൻസിന്റെ മൂത്ത താത്തയാണ്. അതിൽ അൻഷി എന്നോട് വന്ന് ചോദിക്കുകയാണ് ഇപ്പൊ തന്നെ ഇരുന്നോ എന്നുള്ളത്. സത്യം പറഞ്ഞാൽ വീഡിയോ ഇടാനൊന്നും ടൈം കിട്ടുന്നില്ല കേട്ടോ, തിരക്കൊണ്ട് ഓരോ പരിപാടികളാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ അപ്ഡേറ്റ് ചെയ്യാത്തത്. ഏതായാലും ഇന്ന് നമ്മൾ എന്താ പറയുക, സൽക്കാരൊക്കെ അടിപൊളിയായിട്ട് നടന്നു. പല വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ, നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ, പിന്നെ അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടിയിട്ട് വളരെ ചെറിയൊരു പരിപാടിയായിരുന്നേ. കുട്ടാളിന്റെ വൈഫ് ഭയങ്കര സ്ട്രിക്റ്റ് ആന്ന് കേട്ടു. ഇന്നിപ്പോ ഞാനും അൻഷിന്റെ വീട്ടിൽ സ്റ്റേ ആണ് കേട്ടോ. ഇന്ന് മാത്രമേ ഞങ്ങൾക്ക് വിരുന്നിന് നിൽക്കാൻ പറ്റുള്ളൂ. ഇന്ന് നിന്നിട്ട് നാളെ രാവിലെ ഉച്ചയാകുമ്പോഴത്തേന് ഞങ്ങൾ പോവും. കാരണം എന്താ വെച്ചാൽ അവിടെ ഇനി 2 സൽക്കാരുണ്ട്. 2 താത്താരെ വീട്ടിലും സൽക്കാരാണ് ശനി ഞായറും. അപ്പം ഞാൻ 2 ദിവസം നിൽക്കാമെന്ന് വിചാരിച്ച് വന്നതായിരുന്നു, പക്ഷെ അതിന് പറ്റില്ല കേട്ടോ. അപ്പം ഇനി നാളെ നിന്നിട്ട് നാളെ ഉച്ചയാകുമ്പോഴത്തേന് ഞാൻ റിട്ടേൺ പോവും. അപ്പം അൽഹംദുലില്ലാ നമ്മൾ അൻഷി കുറേ വട്ടം വീട്ടിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും കല്യാണം കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുക എന്നൊക്കെ പറയുന്നത് ഇതുവരെ നിന്നിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈമാണ് നിൽക്കുന്നത്. അപ്പം ഇന്ന് ഓൻ്റെ ഫസ്റ്റ് വീട്ടിലത്തെ ദിവസമാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ അത്ര ഉള്ളൂ. ഇതാണ് തന്നെ ചുരിദാർ വരുന്നത്. അൻഷിക്ക് നല്ല മടിയുള്ള പോലെ ഉണ്ട് എല്ലാവരും കൂടെ കണ്ടിട്ട്. നമ്മുടെ വീട്ടിൽ സ്റ്റേ ആണ് ഭയങ്കര ടെൻഷൻ ഉണ്ടല്ലോ ചേട്ടായി. പിന്നെന്താണ് ഓനക്ക് തിന്നാന്ന് കിടക്കണം. അല്ല ചുടുവെള്ളത്തിൽ പൂച്ചയെ പോലെ ഉണ്ട് ഗൈസ്. നമുക്ക് പയക്കൊല നോക്കടാ, ബന്ധം നിന്നു നിങ്ങള്. ഓ മറ്റേ തടി